പണിയെടുത്തോ ഞാൻ നിന്റെ വീഡിയോ എടുക്കുള്ളൂ. അങ്ങനെ ഫൈനലി വീട്ടിൽ നിന്ന് നമ്മളിന്ന് പുറത്തിറങ്ങി. മഴ നിൽക്കണ യാതൊരു ലക്ഷണം നമുക്ക് കാണാണ്ടായിരുന്നില്ല. അപ്പോൾ ഫൈനലി എൻ്റെ സിസ്റ്റർ പറഞ്ഞു, മക്കളെ നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ പുറത്ത് പോകാൻ നടക്കില്ല, അപ്പോൾ ഇന്ന് എന്തായാലും പുറത്ത് പോവാം. അങ്ങനെ നമ്മൾ പുഴയോരം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തി. പുഴയോരത്ത് നമുക്ക് കയാക്കിങ്, പെഡൽ ബോട്ടിങ്, നാടൻ വഞ്ചി ഇങ്ങനത്തെ പല ആക്ടിവിറ്റീസും ഉള്ളൊരു സ്ഥലമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ. ഇവിടെ പല ടൈപ്പ് ബോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. സിംഗിൾ കയാക്കിങ്, ഡബിൾ കയാക്കിങ്, പിന്നെ നമ്മുടെ നാടൻ വഞ്ചി, പിന്നെ പെഡൽ ബോട്ടിങ്. തന്നെ 1, 2, 3, 4 ആൾക്കാരുടെ പെഡൽ ബോട്ടിങ്. Yavin is fully prepared. Tight. Put the cover. This thing also. Single? No, double. Double. He cannot see his eyes. It's already tight. Yeah, it's okay. Yeah. That's enough. Aishu, നീ പോണില്ല? യാവിൻ കേരളത്തിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് പുറത്തിറങ്ങുന്നത്. അവൻ കുറെ പ്ലാനൊക്കെ ചെയ്ത് വന്നായിരുന്നു. എല്ലാം ഈ മഴ കാരണം കൊളായി. അങ്ങനെ ഫൈനലി അബ്ദുള്ളയും യാവിനും കൂടിയും ഒപ്പം പോകാമെന്ന് തീരുമാനിച്ച്. ഞാൻ വിചാരിച്ചു എനിക്ക് ഇപ്പോൾ ഇത് എൻ്റെ മൊബൈലും കൊണ്ട് കുടയും പിടിച്ച് അല്ലെങ്കിൽ റെയിൻകോട്ടും വെച്ച് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഭായി. പിന്നെ എനിക്ക് എൻ്റെ വ്ളോഗ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഒന്നെങ്കിൽ തൊഴണം അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഒരു തുണ ഉണ്ടായിരുന്നില്ല. ഹായ് ഗായ്സ്, കണ്ടില്ലേ നമ്മളിപ്പോഴും മഴയിൽ പെട്ടിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫൈനലി എൻ്റെ സിസ്റ്റർ പറഞ്ഞു നിങ്ങളിങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ പുറത്ത് എവിടെയും പോകാൻ പറ്റില്ല. അങ്ങനെ ലാസ്റ്റിൽ ആൾ പറഞ്ഞു റെഡിയാവും, നമുക്കിവിടെ കയാക്കിങ് ഒരു ഏരിയ ഉണ്ട്, അവിടെ നിന്ന് പോവാം, അവിടെ കയാക്കിങ് ഒക്കെ ചെയ്യാം. അങ്ങനെ ലാസ്റ്റിൽ ഫൈനലി നമ്മളെല്ലാതും എടുത്ത് ഡ്രസ്സ് ചെയ്ത് നമ്മൾ നേരെ ഈ ഒരു സ്ഥലത്ത് വന്നു കയാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോഴും പേര് ഏതാണെന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതേ എൻ്റെ അടിയിൽ ഈ ടൈറ്റിൽസിൽ ഞാൻ ഇട്ടുതരാം എന്താണ് ഇതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നായിരുന്നു അവൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഈ മഴ കാരണം നമ്മളുടെ ഈ ചെറിയ ടൈം ഉണ്ടായിരുന്ന കേരളത്തിൽ അതങ്ങോട്ട് ആകെ കുളമായി പോയിക്കൊണ്ടിരിക്കുക. പിന്നെ 16-ാം തീയതി 17-ാം തീയതി ഒരു സർപ്രൈസും കൂടി ഉണ്ടാകും. നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ പറഞ്ഞുതരാം. ഒഴുക്കുണ്ടിട്ടാ വെള്ളത്തിൽ. നേരെ പോയിട്ട് നമുക്ക് തൃപ്രായറിന്റെ പാലില്ലേ അവിടെ വരെ പോവാ. ഇവിടുന്ന് ആ പുഴയിലെ നമ്മൾ കാണുള്ളൂ, പക്ഷെ ഈ ഐലൻഡ് കാരണം കാണുന്നില്ല. ഇതാണ് തൂക്കുപാലം. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ അട്രാക്ഷൻ, ഈ തൂക്കുപാലം. കന്നുമൊലി കനാലിന് കുറുകെ നാട്ടിക താന്യം ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണിത്. ഈ തൂക്കുപാലത്തിന്റെ നീളം 150 മീറ്ററാണ്. 213 മെയ് 31 റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ചെമ്മാപ്പിള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ തൂക്കുപാലമുള്ളത്. തൃശ്ശൂർ ജില്ലാ കേന്ദ്രത്തിൽ നിന്നും 23 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ചെമ്മാപ്പിള്ളി. താന്യം ഗ്രാമപഞ്ചായത്തിലെ ഈ ഗ്രാമം അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പെട്ടതാണ്. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിലാണ്. ഈ പാലം ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നത് ഫുള്ള് വയർ വെച്ചിട്ടാണ്. ഇതിപ്പോൾ കിടന്ന് ഇളകണ് ഫുള്ള് വയറിൻ്റെ സപ്പോർട്ടിലിത്. പക്ഷേ എന്ത് രസമാണെന്ന് നോക്കി ഇവിടുന്ന് പുഴയുടെ വ്യൂവും പിന്നെ
പിന്നെ ഇത് ഇവിടെ വേറെ സംഭവമുണ്ട്. ഇത് ഈ കണ്ടില്ലേ, ഇത് ഐലൻഡ് മാതിരിയുള്ള സ്ഥലം. അവിടെ അവർ ഈ ഷാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെയും, പിന്നെ ആ ഭാഗത്തുമായിട്ടുണ്ട് ഷാക്സ്. അപ്പോൾ അവരെന്താണെന്ന് പറയുന്നത്, നമ്മൾ ആ ബോട്ട് ഇരിക്കുന്നുണ്ടല്ലോ അവിടെ, ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ കുടയായതുകൊണ്ട് ഈ ആ റോബോട്ട് ഉണ്ടല്ലേ, അതിൽ നമ്മളവിടെ കൊണ്ടുവന്ന് വിടും. ഫുള്ള് രാത്രി നിങ്ങൾക്ക് അവിടെ ഗ്രില്ല് ചെയ്യാം, സെറ്റപ്പ് ചെയ്യാം, വട്ട് എവർ ഇറ്റ് ഈസ്. ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഫുഡ് ചൂടാക്കാനുള്ള സംഭവം എല്ലാ പരിപാടികളും അവിടെ ഉണ്ട്. പക്ഷേ ഇൻ എ നാച്ചുറൽ വേ, അല്ലാണ്ട് ഗ്യാസും കുറ്റി അതൊന്നുമല്ല. പക്ഷേ ബട്ട് യു ഹാവ് ടു ടേക്ക് വാട്ട് എവർ ഇറ്റ് ഈസ് ടു ഹാവ് എ നൈസ് ടൈം ദർ. ഇത് നല്ലൊരു പരിപാടിയാണ് ബേസിക്കലി. ഇവിടുന്ന് ആൾക്കാർ നടന്നു വരുമ്പോഴുണ്ടല്ലോ ഈ പാലം കിടന്ന് ഇളകുക. അപ്പോൾ നമ്മൾ പിടിച്ച് നിൽക്കണം. ഞാൻ പാലത്തിൻ്റെ ഇത് ഹാഫായിട്ട് എടുക്കുക. ഇത് വൈഡ് ആംഗിൾ ഷോട്ടാട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് അപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല ഇതുവരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വേറെ സൈഡ്. അവിടെ നിന്ന് ഞാൻ വന്നത് ഇപ്പോൾ. പിന്നെ അവിടെയാണ് നമ്മുടെ കുട്ടികൾ കയാക്കിങ് ചെയ്യണത്. റൈറ്റ് സൈഡിൽ കണ്ടില്ലേ. ഈ മഴയത്തും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക കണ്ട കയാക്കിങ്ങിന് വേണ്ടിയിട്ട്. നിങ്ങളാരെങ്കിലും കിഴപ്പുള്ളിക്കര സൈഡ് വരുന്ന ചിലത് ഇതാണ് സംഭവം. ചെമ്മാപ്പിള്ളി തൂക്കുപാലം, പുഴയോരം ബോട്ട് സർവീസ്. ബേസിക്കലി ഇതിൻ്റെ തൂക്കുപാലം എന്നാണ് പറയുന്നത്. നമ്പർ ഇവിടെ ഉണ്ട്. ഇഫ് യു ആർ കമ്മിങ് ടു ദിസ് സൈഡ് തൃശ്ശൂരിൽ ഇവിടെ വന്ന് ഒന്ന് സർവീസ് നോക്കാം. ഇവരെ നല്ല അടിപൊളി ഏരിയ ഉണ്ട്. ഇവിടെ 2 സർവീസ് ഉണ്ട്. ഒന്ന് ഇവർ പുഴയോരം ബോട്ട് സർവീസ്, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കൊനോലി ക്രൂസസ്, ചെമ്മാപ്പിള്ളിക്കടവ്. ഫൈനലി നമ്മുടെ ചെക്കന്മാർ വന്നു. ഇത് കണ്ട ഞാനുണ്ടല്ലോ, അത് ഈ ആഡിഡാസ് ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാനിന്ന് ഇറങ്ങിയത്. അയ്യോ എല്ലാതും കച്ചറ. ഇത് കഴുകാനും പറ്റില്ല, കാരണം കഴുകിക്കഴിഞ്ഞാൽ ഇത് ഉണങ്ങാനുള്ള ബുദ്ധിമുട്ട്. നാച്ചു കഴിഞ്ഞാ. ഇതാണ് നമ്മളുടെ ഏറ്റവും മൂത്ത നെഫ്യൂ മിസ്റ്റർ നാസിം. ഒരു പാവം വികലാംഗൻ പട്ടി. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമ. പാവല്ലേ, വല്ല കാറോ സ്കൂട്ടറോ അങ്ങനെ കയറിയതായിരിക്കും. ഗൈസ്, നമ്മൾ വൈ മോളിലെത്തി. മിസ്റ്റർ യൂസുഫ് അലിയുടെ മോളിൽ. ഇതാണ് തൃപ്രയാറിലുള്ള വൈ മോള്. അപ്പോൾ നമ്മളെ ലഞ്ചിന്ന് ഇവിടുന്ന്. ഗൈസ്, വി ഹാവ് കം ടു അൽ ഹുബാബയിലുള്ള മന്തിയാണിത്. പെരി പെരി മന്തി. മാറ്റല്ലേ, അവള് വ്ളോഗ് എടുക്കല്ലേ, മാറ്റല്ലേ. ഗായ്സ്, നല്ല അടിപൊളി മന്തി. ഏതാ ഇപ്പോൾ പേര്? അൽ ഹുബാബ തൃപ്രയാർ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും തൃപ്രയാർ വരണമെന്ന് വെച്ചാൽ അൽ ഹുബാബ മന്തി ട്രൈ ചെയ്യാം. അടിപൊളി പെരി ഉണ്ടെന്ന് ഞാനും യാവനും കഴിക്കുന്നത്. പിന്നെ സിസ്റ്ററും നെഫ്യൂ നീസൊക്കെ കഴിക്കുന്നത് ജല്ലിക്കട്ട. എന്താ ജല്ലിക്കെട്ട് പേര് വരാൻ കാരണം? അതൊരു കണക്ഷൻ ഇല്ലല്ലോ. ജല്ലിക്കെട്ട് മറ്റേ തമിഴ്നാട്ടിൽ കാളൻ്റെ മുകളിൽ, അതുകൊണ്ടുള്ള ജല്ലിക്കെട്ട്. ഇത് നമ്മുടെ ഷെഫാട്ടെ, ഇവൻ ഷെഫ്. അതാണ് അവൻ പറഞ്ഞത്. മക്കളെ, നമ്മളുടെ നാട് പുരോഗമിച്ചിട്ടാ. നമ്മുടെ വില്ലേജിൽ നിന്ന് നമ്മൾ ഒരു അരമണിക്കൂറില്ല 15 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ. ഇപ്പോൾ ഇവിടെ വൈ മോൾ എന്ന് പറഞ്ഞിട്ട് യൂസുഫ് അലി മോളിൻ്റെ സംഭവമാണിത്. ലുലു മോൾ തന്നെ സെയിം എക്സാക്ട്ലി. പിന്നെ എന്തിന് ദുബായിൽ പോകണം? ദുബായിന് അവർ ഇങ്ങോട്ടേക്ക് പോകണമെന്നില്ലേ യൂസുഫ് അലി? ഞാൻ പറയും ദുബായിലേക്ക് എന്തിനു പോകണമെന്ന്? ദുബായിനെ യൂസുഫ് അലി ഇങ്ങോട്ട് പോകണമെന്ന് അല്ലേ? സ്റ്റുഡിയോ ഇതേത് ബ്രാൻഡ്? സ്റ്റുഡിയോ. ഒന്നും മിണ്ടാണ്ടിരിക്കാൻ പറ. ഒച്ചയും വേള വെച്ച് ഭയങ്കരമായിട്ട് അലർന്ന്. ഇവിടെ ഇവരുണ്ടല്ലോ, ഇത് ഈ ടാറ്റ വണ്ടി വിൽക്കാനുള്ള പരിപാടിയാണ്. ടാറ്റ ഇറാം മോട്ടോഴ്സ്. ഒരു 4-5 മോഡലുണ്ട് ടാറ്റയുടെ. ഒന്നും മാത്രമേ ടാറ്റ. അത് എന്താ കിയ, ടൊയോട്ട. അച്ഛാ, എല്ലാം ഡിഫറെൻ്റ് അല്ലേ? ഞാൻ വിളിച്ച് ടാറ്റ മോട്ടോർ വന്നല്ലോ. മഹീന്ദ്ര. അച്ഛാ, ഇറാം മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട് ആരുടെയോ ഇത് പ്രൊമോഷൻ നടക്കുക ഇവിടെ. ബേസിക്കലി ഇത്രേ ഉള്ളൂ കേട്ടോ ലുലു മോൾ. ഇവിടുത്തെ ലുലു മോളല്ല, വൈ മോൾ. ഈ കാണുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള സംഭവമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ
നിന്നെ വീഡിയോയിൽ എടുക്കണില്ല, ഞാൻ നിന്നെ എഡിറ്റ് ചെയ്ത് കളയും. പിന്നെ ഗ്രോസറീസ്, പിന്നെ മറ്റേ ഒരു ബാട്ടവര് മേടിച്ച് ഞാൻ കണ്ടോ, പ്ലാസ്റ്റിക് കവർ പോലും ഇവിടെ തരില്ല അവർ. അപ്പോൾ നമ്മളിവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഏതാണ് മൂസി ബനാന അവിൽ മിൽക്ക് ട്രൈ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അത് കഴിക്കാൻ പോകും നമ്മൾ. ഇവിടെ ഷൂട്ടിംഗ് സോൺ, പിന്നെ ആ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് ഫുഡ് ജംഗ്ഷൻ. നമ്മളവിടേക്ക് പോകണില്ല, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട്. ഫ്രം ഷിംല സ്കൂൾ ബാർ സിൻസ് 1985. ഹായ് ഐഷു, ബലൂൺ കിട്ടി. സോ ഗൈസ്, ഇതാണിപ്പോൾ ലൂലു മോളിൻ്റെ എന്താ പറയുക ഫുഡ് കോർട്ട്. ചെറിയ സ്ഥലമാണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് ബാഡ്. ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ ഒരു ചെറിയ ഗ്രാമമായ നമ്മൾക്കൊക്കെ. നമ്മളവിടുന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ട് അവിടുന്ന്? നമ്മുടെ അവിടുന്ന് ഇവിടേക്ക് നമ്മുടെ അവിടുന്ന് ഒരു 7-8 കിലോമീറ്റർ ഉള്ളൂ. ആൻഡ് ഇങ്ങനത്തെ ഒരു സ്ഥലം നമ്മളുടെ ആ ഭാഗത്തൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ വലിയൊരു പുരോഗമനം തന്നെയാണ്. പിന്നെ ലുലുവിൻ്റെ യൂസുഫ് ഭായി നമ്മുടെ നാട്ടുകാരായതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ ആൾ തരുന്നുണ്ട്. ഇതാണ് സംഭവം. ഇതുണ്ടല്ലോ നമ്മുടെ അരി പൊരി ഇല്ലേ, പൊരി വറുത്തിട്ട് അതിൽ മാംഗോ ഷേക്കിൻ്റെ ഒപ്പം അവരിട്ട് തരും. അടിപൊളി സാധനം കേട്ടോ.